മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ പോകുന്ന നേട്ടമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഒറ്റ ദിവസം തന്നെ ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിങ്ങനെ 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനുള്ള ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ നേട്ടത്തിലൂടെ രാജ്യത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിലെ ഒരു നിർണായക നാഴികക്കല്ലായി മാറുകയാണ് ഈ സ്ഥാപനം. അതിലുപരി സംസ്ഥാനത്തെ ഒരു സർക്കാർ ആശുപത്രിയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ഇവിടെയാണ് നടക്കുന്നത് എന്നത് പ്രത്യേകതയുണ്ട്. ഈ ചരിത്രപരമായ ശസ്ത്രക്രിയകൾക്ക് വഴിയൊരുക്കിയത് ഒരു വലിയ ദുരന്തത്തിനും മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ മാതൃക തീർത്തുകൊണ്ട് അവയവദാനത്തിന് സന്നദ്ധരായ ഒരു കുടുംബത്തിന്റെ തീരുമാനമാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിരുന്ന AR അനീഷിന്റെ അവയവങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾക്ക് ദാനം ചെയ്തത്. ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷിന്റെ ഓർമ്മകൾ 9 പേർക്ക് പുതുജീവൻ നൽകി തുടരും. മന്ത്രി വീണ ജോർജ് ഈ അതിതീവ്ര ദുഃഖത്തിന്റെ വേളയിലും അവയവദാനം എന്ന മഹത്തായ തീരുമാനമെടുത്ത കുടുംബത്തിന് നന്ദി അറിയിക്കുകയും അനീഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. അനീഷിന്റെ അമ്മ അംബിക കുമാരി, സഹോദരിമാരായ AR ലക്ഷ്മി, AR അഞ്ജു എന്നിവരടങ്ങുന്ന കുടുംബമാണ് വേദന കടിച്ചമർത്തിക്കൊണ്ട് ഈ വലിയ സന്ദേശം സമൂഹത്തിന് നൽകിയത്. അനീഷിന്റെ ഹൃദയം, ശ്വാസകോശം, 2 വൃക്കകൾ, പാൻക്രിയാസ്, കരൾ, കൈ, 2 നേത്രപടലങ്ങൾ ഉൾപ്പെടെ 9 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഇതിൽ ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും 2 നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തുന്ന ചരിത്രപരമായ ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കും. വൃക്ക, പാൻക്രിയാസ്, കൈ എന്നീ അവയവങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കാരിത്താസ് ആശുപത്രിയിലേക്കുമാണ് കൈമാറിയത്. സംസ്ഥാന അവയവ മാറ്റിവെക്കൽ അതോറിറ്റിയായ KS ഓട്ടോയുടെ നേതൃത്വത്തിലാണ് ഈ സങ്കീർണമായ അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും പൂർത്തിയാക്കിയത്. അവയവങ്ങൾ കൃത്യസമയത്ത് ആവശ്യമായ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ശസ്ത്രക്രിയകൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങൾക്കും കൈസോട്ടോ സുപ്രധാന പങ്ക് വഹിച്ചു. ഈ ബഹുമുഖ ശസ്ത്രക്രിയയിലൂടെ കോട്ടയം മെഡിക്കൽ കോളേജ് 11ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് പൂർത്തിയാക്കാൻ പോകുന്നത്. ഈ മനുഷ്യ സ്നേഹപരമായ തീരുമാനത്തിലേക്ക് നയിച്ച സംഭവം നടന്നത് ഒക്ടോബർ 17-നാണ്. ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങവേ രാത്രി 8:30 പമ്പയിൽ വെച്ച് അനീഷ് തലയിടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഒക്ടോബർ 22-ന് അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഈ ദുരന്തം അനീഷിന്റെ കുടുംബത്തിന് താങ്ങാനാവാത്ത ഒന്നായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റൊരാളിലൂടെ ജീവിക്കട്ടെ എന്ന വലിയ കാഴ്ചപ്പാടോടെയാണ് അവർ അവയവദാനത്തിന് സന്നദ്ധരായത്. അവയവദാനത്തിന് സമ്മതം നൽകുന്നതിലൂടെ ആ കുടുംബം തങ്ങളുടെ ദുഃഖം മാറ്റിവെച്ച് സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകിയത്. സർക്കാർ മേഖലയിൽ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കൂടുതൽ സാധാരണമാവുകയും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ ലഭ്യമാവുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ ചരിത്രപരമായ നേട്ടം അടിവരയിടുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ നേട്ടം സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് പുതിയൊരു ഊർജം നൽകുമെന്നതിൽ സംശയമില്ല. ഈ സങ്കീർണമായ ശസ്ത്രക്രിയകൾ വിജയമാകുന്നതിൽ പങ്കാളിയായ മുഴുവൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പ്രയത്നം അഭിനന്ദനാർഹമാണ്. അനീഷിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ സ്വീകരിച്ച വ്യക്തികൾക്ക് ഒരു നല്ല ജീവിതം സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കാം.